അച്ഛന് ശരിക്കും എന്താ സംഭവിച്ചത്? വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ബിബിൻ എന്ന് പറയുന്ന സീരിയൽ ആർട്ടിസ്റ്റ് വിളിച്ചു. വീട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് കൂട്ടുകാരൊക്കെ കൂടി കുറച്ച് പൈസയൊക്കെ തന്നായിരുന്നു. പിന്നെ വല്ല കാര്യൻ്റെ വിളിച്ചാൽ മതി. ഇടയ്ക്ക് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. ആരാവണമെന്ന് ആഗ്രഹം? വെറ്റിനറി ഡോക്ടർ. അതിൻ്റെ കൂടെ തന്നെ അപ്പയ്ക്ക് കളക്ടർ ആവണമെന്ന്. അപ്പം UPSC എഴുതിയിട്ട് IAS ആണ്. മുച്ചക്രവണ്ടിയിൽ ലോട്ടറി വിൽക്കുന്ന അച്ഛന് താങ്ങായ ഈ 16-കാരിയെ നമ്മൾ കണ്ടതാണല്ലേ. ഇപ്പോഴിതാ ആരതിക്ക് 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+. ഈ വിജയത്തിന് മാറ്റു കൂടുതലാണ്. ഒരുപക്ഷെ ഈ അച്ഛൻ അത്രയ്ക്ക് ഭാഗ്യം ചെയ്തിട്ടുണ്ടാകണം ഇങ്ങനെ ഒരു മകളെ കിട്ടാൻ. അച്ഛനും മോളും ഒരുപാട് സന്തോഷത്തിലാണല്ലേ? അതെ അതെ. ഇപ്പോ ഒരു എന്താ പറയാ, ഒരു അവാർഡും മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് കുറെ വീഡിയോസ് നിങ്ങളുടെ പോകുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു? ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യണു ആരതിക്ക്? സന്തോഷമുണ്ട്. എനിക്ക് SLC കിട്ടിയതിൽ ഞാൻ വിചാരിച്ചില്ല. ഈ മാത്സിന് പോകുമെന്ന് വിചാരിച്ച, C ഗ്രേഡാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഫുൾ A+ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ് എനിക്ക് ഈ ഒരു വീഡിയോ വന്നേ പിന്നെ ബ്രില്യൻ്റിൽ നിന്ന് എനിക്ക് ഫ്രീ കോച്ചിങ് ഒക്കെ കിട്ടി. ഫ്രീ കോച്ചിങ് കിട്ടുന്നുണ്ടല്ലേ ഇപ്പൊ? ഇനിയിപ്പോ എപ്പോഴാ ക്ലാസ് ഒക്കെ തുടങ്ങുക? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്. അത് കഴിഞ്ഞ് ജൂൺ തൊട്ട് ഓഫ്ലൈൻ തുടങ്ങും. ഓഫ്ലൈൻ തുടങ്ങും. നിങ്ങളുടെ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഒരുപാട് മീഡിയാസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയാ, കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ? അന്ന് അനിയത്തിയായിരുന്നു കൂടെ പൊക്കോണ്ടിരുന്നത്. അനിയത്തിയായിരുന്നു അല്ലേ കൂടെ പൊക്കോണ്ടിരുന്നത്? അന്ന് ഈ 10 ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ലായിരുന്നു. ക്ലാസ് എക്സ്ട്രാ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പം അതിന് പോകുമായിരുന്നു. അപ്പം അനിയത്തിയെ പൊക്കോണ്ടിരുന്നത്. എക്സാം ആയ സമയത്ത് ഞാൻ പൊക്കോണ്ടിരുന്നത്. രാവിലെ കൊണ്ടാക്കിയിട്ട് എക്സാം 11:30 ആകുമ്പോൾ കഴിയും. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് കൊണ്ടിരുന്നത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ത് പറയുന്നു? നാട്ടുകാരും എല്ലാവരും സപ്പോർട്ടാ. ഫുൾ A+ ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് വന്നായിരുന്നു. അച്ഛന് ശരിക്കും എന്താ സംഭവിച്ചത്? അപ്പയ്ക്ക് 37 വയസ്സുള്ളപ്പോഴാണ് ഈ രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. അപ്പം അനിയത്തി 2 മാസം അമ്മയുടെ വയറ്റിൽ കിടക്കുമായിരുന്നു. അപ്പം 6ാം ക്ലാസ്സിൽ വീടിൻ്റെ അവിടെയുള്ള മരത്തേന്ന് വീണതിൻ്റെ ഇതായിരുന്നു. ഈ തലച്ചോറിലെ ബാലൻസ് ചെയ്യുമ്പോൾ ചുരുങ്ങി തുടങ്ങുമായിരുന്നു. അപ്പം ആദ്യമൊക്കെ കാല് പേച്ച് പോവായിരുന്നു. അപ്പം എല്ലാവരും കള്ള് കുടിച്ചതിൻ്റെ ഒരു ഇതായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഈ രോഗത്തിൻ്റെ ആയിരുന്നു. ആ ഞരമ്പ് ചുരുങ്ങി വരുന്നതിൻ്റെ ആയിരുന്നു. ആ കാല് പേച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തീരെ വയ്യാതായപ്പോൾ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ ബാലൻസ് ഞരമ്പ് ചുരുങ്ങിയിട്ട് ഈ തലച്ചോറ് ഈ സൈഡിലേക്ക് ചെരിഞ്ഞു പോയായിരുന്നു. അത് ഇനി ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പം ഈ ഉമ്മിനീരൊന്നും ഇറക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. 2ാമത്തെ ഓപ്പറേഷൻ പറഞ്ഞായിരുന്നു, ചെയ്തില്ല. അത് അവിടുന്ന് അപ്പയുടെ കൂടെ സർജറിക്ക് കയറിയതിൽ ബാക്കി എല്ലാവരും ഡെഡ് ബോഡി ആയിട്ട് ഇറങ്ങി വന്നത്. അതുകൊണ്ട് പിന്നെ അടുത്തതിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് 2ാമത്തെ സർജറി ചെയ്തില്ല. ആ ഒരു സർജറി കഴിഞ്ഞപ്പോൾ തന്നെ ഡിസ്ചാർജ് ആയിട്ട് പോയി. പിന്നെ ഇപ്പം 14 വർഷമായി ഇതുപോലെ തന്നെയാണ്. ഇപ്പം കഴിക്കുകയൊക്കെ ചെയ്യും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പറയുന്ന ക്ലിയർ ആവത്തില്ല, എന്നാലും സംസാരിക്കുകയൊക്കെ ചെയ്യും. കുഴപ്പമില്ല, എല്ലാവരും ഉണ്ടാക്കും. അന്നും പൈസയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്തൊക്കെ. അപ്പൊ സർജറി ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് അന്നുകൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ സഹായമായിട്ട്? അന്നും കുറെ പേരൊക്കെ സഹായിച്ചായിരുന്നു. കുറെ പേര് സഹായിച്ച് ഓപ്പറേഷൻ ചെയ്ത് വീടൊക്കെ വെച്ചതിന് കുറെ പേരൊക്കെ പൈസയൊക്കെ തന്നായിരുന്നു. വീട് ഇതിന് ശേഷം, ഈ ഓപ്പറേഷന് ശേഷമാണോ വെച്ചത്? ഞങ്ങൾ ആദ്യം ഒരു ഷെഡിലായിരുന്നു കിടന്നത്. തറ കെട്ടിയായിരുന്നു. അതിന്റെ മണ്ടയ്ക്ക് പടുതയും കൊണ്ട് ഷെഡ് കെട്ടിയിട്ട് കിടന്നത്. അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് വെച്ചത്. ഓക്കെ. അച്ഛൻ എന്നോട്ടാ ലോട്ടറി വിൽക്കാൻ വേണ്ടിട്ട് ഇറങ്ങി തുടങ്ങിയത്? ഇപ്പൊ 4 വർഷമായി. ആദ്യം വായനശാലയിലായിരുന്നു കിട്ടുന്നത്. അപ്പൊ ഞാനാ കൂടെ പൊക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ 10ന്റെ ഇതിലൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇപ്പൊ ചെങ്ങളത്താവിന്റെ അവിടെ ഒരു 2 വർഷമായി. അപ്പൊ അനിയത്തിയെ കൂടെ പൊക്കൊണ്ടിരുന്നത്. ഞാൻ ഈ വെക്കേഷൻ സമയത്ത് മാത്രം പോകാറില്ല. നാട്ടുകാരൊക്കെ എങ്ങനെയാ ആദ്യമേ സപ്പോർട്ടീവ് ആയിരുന്നോ? ഇങ്ങനെ മോള് കൂടെ പോകുമ്പോഴേക്കും മോളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒക്കെ പറയുമായിരുന്നോ? എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ പഠിക്കുന്ന ഇതായതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പഠിപ്പ് മുടങ്ങും എന്നൊക്കെ പറയും. പക്ഷെ അവിടെ സ്കൂൾ അടുത്ത് തന്നെ, കൊണ്ടാക്കിയിട്ട് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അടുത്തായിരുന്നു സ്കൂൾ. അച്ഛൻ കൂടെ പോവായിരുന്നോ? ഇല്ല, ഞാൻ ഓട്ടോ പഠിച്ചു വിടും. നമുക്ക് ഓട്ടൊക്കെ ഓട്ടോ ഞാൻ വിടും. ഇപ്പൊ എന്താ പറയാ, ഫുൾ A+ കിട്ടി. അച്ഛന്റെ സന്തോഷം? എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തോട് നന്ദി പറയും. ഇപ്പൊ ഇത്രയും ഒരു സ്ട്രഗിളിങ് ടൈമിലും ബുദ്ധിമുട്ടുള്ള ഒരു ടൈമിലും ആണെങ്കിലും ആള് പഠിച്ച്
നല്ലൊരു മാർക്ക് മേടിച്ചിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ പഠിക്കാൻ. ഒരുപാട് ഞാൻ കൊച്ചില് വന്നിട്ടുണ്ട്. എൻ്റെ ട്യൂഷൻ പഠിക്കാൻ കാശൊന്നുമില്ല. സ്കൂളിൽ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചെന്ന് പഠിക്കണം. അതുപോലെ അവർ ശ്രദ്ധിക്കുന്ന വീട് നമ്മൾ നാമം ചെല്ല് കഴിയുമ്പോൾ അവർ ഞാൻ ചോദിക്കും ഹോംവർക്ക് വല്ലതും കൊണ്ടുപോകുന്നു. അവർ ക്ലാസ് വെച്ച് ഹോംവർക്ക് ചെയ്യാമെന്ന് ചെയ്യും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിൽ പണികളൊക്കെ ഉണ്ട്. അണ്ണ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ പണികളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവർ പഠിക്കേണ്ട അവർക്ക് ഞാൻ പഠിച്ചിട്ട് പഠിക്കുകയും ചെയ്യും. പഠിച്ചിട്ട് ഇവിടെ നമ്മൾ രാവിലെ അതുപോലെ തന്നെ കൊണ്ട് വെളുപ്പം 5:00 എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് രാവിലെ 2 കൂടെ ആക്കും. രാവിലെ ഇളയാളും കൊണ്ടേയാക്കും. വൈകുന്നേരം മൂത്തയാളും കൊണ്ടുവരും. ഇടവിട്ടായിട്ട് 2 പേരും മാറി പൂഞ്ഞ് അവർ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ നല്ലതായിട്ട് പഠിച്ച് കുട്ടികളെയൊക്കെ 95 മാർക്ക്, മൊത്തമൊക്കെ 98 മാർക്ക് കൊണ്ട് 2 പേരും നന്നായി പഠിക്കും. അവണി തുണയെ പ്ലസ് അവണി നേടും എന്നെനിക്ക് ഉറപ്പാണ്. അമ്മ എന്ത് ചെയ്യാ? അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ? അമ്മ ലോട്ടറി തന്നെ വെക്കുന്നത് കുമരകത്താണ് അമ്മ. അപ്പൊ അമ്മ രാവിലെ പോവോ? ഞങ്ങൾ ഇറങ്ങുന്ന സമയം തന്നെ എല്ലാരും പോകും. വീട്ടിൽ പിന്നെ ആരും കാണത്തില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായിരിക്കും? അല്ല, ആവണി അപ്പയുടെ കൂടെ പോകും. പിന്നെ വെള്ളി ശനി ദിവസം ഞാൻ കൂടെ പോവുള്ളൂ. അപ്പോൾ ഈ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇപ്പൊ അച്ഛനാണെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മോള് ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പൊ ഇവിടെ നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് സപ്പോർട്ടീവാണ്? ഇവിടെ എല്ലാരും അടുത്തുള്ളത് അപ്പയുടെ കുടുംബക്കാരാണ് അല്ലേ? അപ്പൊ അവര് നോക്കിക്കോളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ എങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്? അലോട്ട്മെന്റ് വെച്ച് വന്നില്ല. അപ്പം 3 പ്രാവശ്യം അലോട്ട്മെന്റ് വരാനുണ്ടല്ലോ. അത് കഴിഞ്ഞ് ജൂലൈ ഒക്കെ ആകാറാകുമ്പോൾ ക്ലാസ് തുടങ്ങും. സ്കൂളിൽ നിന്ന് ടീച്ചർമാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എല്ലാവരും SLC എഴുതുന്നതിന് മുന്നേ തന്നെ എല്ലാവരും നല്ല ഇതായിരുന്നു. എനിക്ക് ഡൗട്ടൊക്കെ ഉള്ളത് അപ്പോൾ ക്ലിയർ ചെയ്യാൻ ട്യൂഷന് പോകുന്നില്ലായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ച് SLCയുടെ സ്റ്റഡി ലീവ് ടൈമിലും അവർ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചായിരുന്നു. അപ്പം അങ്ങനെ പഠിച്ച ട്യൂഷൻ ക്ലാസ് ഇല്ലായിരുന്നു. കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം റെഡ് ക്രോസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കാൻ പോയായിരുന്നു. അപ്പോൾ അവരൊക്കെ വീഡിയോ കണ്ട കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ? എല്ലാവരും ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞു. സൈലത്തിൽ നിന്ന് എനിക്ക് ടാബ് തന്നായിരുന്നു പഠിക്കാൻ വേണ്ടി. അപ്പം 10ൽ അവരുടെ ആയിരുന്നു ട്യൂഷൻ ക്ലാസ് ഫ്രീ ആയിട്ട് തന്നായിരുന്നു. അന്ന് ആ വീഡിയോ ഇറങ്ങിയതിന്റെ സമയത്തല്ലേ? അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അന്ന് മോളും അനിയത്തിയാ കൂടെ പോകണേ. അപ്പൊ അവര് ആ വീഡിയോ കണ്ടിട്ട് വന്നായിരുന്നു. ഡോക്ടർ അനന്ത് സർ. ഓക്കെ. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസോ ആരെങ്കിലും ഒക്കെ? അത് വിളിച്ചില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് മറ്റേ ബിബിൻ എന്ന് പറയുന്ന സീരിയൽ ആർട്ടിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളെന്താ പറഞ്ഞേ? വീട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് കൂട്ടുകാരൊക്കെ കൂടി കുറച്ച് പൈസയൊക്കെ തന്നായിരുന്നു. പിന്നെ വല്ല കാര്യം വിളിച്ചാൽ മതി. ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. സീരിയൽ ആർട്ടിസ്റ്റ് അല്ലേ? ഓക്കെ. ഇപ്പോൾ ആരെങ്കിലും ഒക്കെ സഹായമായിട്ട് വരുന്നുണ്ടോ? അല്ലെങ്കിൽ തുടർന്ന് പഠനത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾ തരാമെന്നുള്ള രീതിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ അതിനുശേഷം? കുറെ പേരൊക്കെ വിളിച്ചായിരുന്നു വീഡിയോ കണ്ടിട്ട്. പോകാൻ താല്പര്യമില്ല. മാന്നാനം KE സ്കൂളിൽ നിന്ന് വിളിച്ചായിരുന്നു. അവിടെ ചേരുന്ന കാര്യത്തിന് ഫ്രീ അഡ്മിഷൻ തരാന്ന്. ഇവിടുന്ന് 2 ബസ് കയറി പോകണം. അപ്പൊ അതിന്റെ ഒക്കെ കൊണ്ടിട്ട് എല്ലാം തരാൻ പറ്റില്ല. അടുത്താണെങ്കിൽ ആയിരിക്കും കൂടുതൽ പോവാനായിട്ട് നോക്കാം അല്ലേ? ഇവിടുന്ന് പോയി വരണ്ടേ. ഇനിയിപ്പോ ഏത് സയൻസ് ആണ് എടുക്കുന്നത്? സയൻസ് ബയോമാക്സ്. ആരാവണമെന്ന് ആഗ്രഹം? വെറ്റിനറി ഡോക്ടർ. അതിൻ്റെ കൂടെ തന്നെ അപ്പയ്ക്ക് കളക്ടർ ആവണമെന്ന്. അപ്പം UPSC എഴുതിയെടുത്ത IAS ആണ്. അപ്പൊ എന്താ വെറ്റിനറി ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹം വന്നത് എന്താ? എനിക്ക് കൊച്ചിലെ തൊട്ട് പെറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ അടുത്ത് വെറ്റിനറി ഉണ്ട്. പക്ഷെ അവിടെ ഇത്ര സമയത്തിൽ തുറക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോകണമെങ്കിൽ കോടിമതേ ഉള്ളൂ. അപ്പോൾ അവിടെ വരെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് പിന്നെ അസുഖം പെട്ടെന്ന് കൂടും. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് ആ ഒരു ആഗ്രഹം മനസ്സിലാവുന്നത് അല്ലേ? അനിയത്തിക്ക് ആരാവണമെന്ന് ആഗ്രഹം? അത് അല്ലതും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. ഇനിയിപ്പം ആള് 10ലേക്കാണ്. അതെ. ഇനിയിപ്പോ ഇനിയിപ്പോ മോള് ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ ഇനി കൂട്ടു പോകാൻ വേണ്ടിട്ട് ആരാ ഉള്ളത്? അപ്പ ലോട്ടറി നിർത്തിയിട്ട് അപ്പഴോടെ തന്നെ എന്നിട്ട് ഉച്ചക്ക് ലോട്ടറി എടുക്കാൻ പോകും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകാനാ? ഇപ്പൊ ഈ ഒരു നേരം ആകുമ്പോഴത്തേനും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാരും ഒരുമിച്ചിട്ടുണ്ടാവും അല്ലേ? 4 മണിയൊക്കെ കഴിയുമ്പോ എല്ലാരും വീട്ടിൽ വരും. ഈ സമയത്താണോ അപ്പൊ പഠിക്കുക? ഞാൻ വൈകിട്ട്
പിന്നെ വെളുപ്പിന് എണീറ്റ് രണ്ടുപേരും പഠിക്കും, രണ്ടുപേരും പഠിക്കാനിരിക്കും, ഇറങ്ങുള്ളൂ. പഠിച്ചിട്ട് ഇറങ്ങുള്ളൂ. രാവിലെ ഒക്കെ എഴുന്നേറ്റിരുന്ന് പഠിക്കാറുണ്ടോ വെളുപ്പിനൊക്കെ? പരീക്ഷയുടെ സമയത്ത് മാത്രം. പരീക്ഷയുടെ രാത്രി 12 മണി ആകുമ്പോൾ കിടക്കും. കഴിഞ്ഞ് വെളുപ്പിന് ഞാൻ 3:50 എഴുന്നേൽക്കും. അന്നേരം എന്നോട് പറയുമ്പോൾ എന്നെ അങ്ങനെ എഴുതുന്നത് അന്ന് ഞാൻ എഴുന്നേൽപ്പിക്കും അല്ലേ? ഇപ്പൊ മാത്സിന് മാർക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ച എന്താ പരീക്ഷ പാടായിരുന്നോ? അല്ല, ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കേൾക്കും, മനസ്സിലാവും, ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് പരീക്ഷ വരുമ്പോൾ ഭയങ്കര പേടിച്ചിട്ട് തെറ്റിക്കുന്നു. അപ്പം എനിക്ക് ക്ലാസ്സിൽ 55-38 ഉള്ളായിരുന്നു മാർക്ക്. അപ്പം എഴുതിയപ്പോൾ എനിക്ക് മാർക്ക് കിട്ടുമെന്നുള്ളു, പക്ഷെ പേടിച്ചിട്ട് തെറ്റിക്കുന്നുണ്ടായിരുന്നു. സി ഗ്രേഡാ പ്രതീക്ഷിച്ചുള്ള, A+ കണ്ടപ്പോൾ പെട്ടെന്ന് ഇതായിരുന്നു. ഇവിടെ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഒന്നും കൂടെ ചെയ്തൊക്കെ നോക്കിയോ? ഞാൻ അത് നോക്കിയില്ലായിരുന്നു, എങ്ങാനും തെറ്റാണെന്നുള്ള പിന്നത്തെ പരീക്ഷയുടെ ഇതിലത് പോകുമല്ലോ, അതൊന്നും നോക്കിയില്ലായിരുന്നു ആൻസർ ഷീറ്റ്. ഇവിടെ വന്നപ്പോ അച്ഛനോട് പറഞ്ഞു പരീക്ഷ ഭയങ്കര പാടായിരുന്നു വെച്ചാൽ? മാത്സിന് പോയി കഴിഞ്ഞാൽ ഒന്നും പറയില്ലെന്ന് പറഞ്ഞായിരുന്നു. മാത്സിന് പോകും, പക്ഷെ ഫുൾ A+ കിട്ടി അല്ലേ? ഞാൻ ഒരു ചോദ്യം എഴുതിയിട്ടില്ലായിരുന്നു. ഒരു ചോദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു, സമയം കിട്ടിയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് പേടിയായിരുന്നു കിട്ടുമോ എന്നുള്ളത്. ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞായിരുന്നു മാത്സ് പോവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടിക്കഴിയുമ്പോ അവരെന്തായാലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അവരോടൊക്കെ പറഞ്ഞായിരുന്നു കിട്ടത്തില്ലായിരിക്കും. അപ്പൊ പറഞ്ഞു നീ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ പഠനത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കും അല്ലെ? സയൻസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി മാത്സ് അതിനകത്ത് കുറച്ചുകൂടി ടഫായിരിക്കും. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇനി ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവാനായിട്ട് താല്പര്യമുണ്ടോ? എനിക്ക് തന്നെ പഠിക്കുന്ന ഇഷ്ടം, പിന്നെ വേറെ പഠിപ്പിച്ച് മനസ്സിലാവില്ല. യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കാറുണ്ടോ? ഞാൻ പരീക്ഷ ആകുമ്പോഴത്തേക്കും എക്സാമിനർ സൈലം അതൊക്കെ കണ്ടിട്ട് പഠിക്കും. ഈ യൂട്യൂബിൽ വരുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? വീഡിയോയുടെ താഴെയൊക്കെ എല്ലാം ഞാൻ കുറച്ചൊക്കെ വായിച്ചായിരുന്നു. റിപ്ലൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നോക്കാറുണ്ടോ? ഇല്ല, ചിലവരൊക്കെ എന്തോ അപ്പാടെ സംസാരം കേട്ട് വെള്ളം അടിച്ചിട്ടാന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് ഈ രോഗത്തിന്റെ ഇതുകൊണ്ട് സംസാരിക്കുന്നത് ക്ലിയർ ആവത്തില്ല. നമ്മുടെ കൊച്ചെങ്ങനെ സംസാരിക്കുന്നത് കേൾക്കും പറയാതെ അങ്ങനെയാണ് കൊച്ചെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വെള്ളാഴ്ചയാണ് വർത്താൻ പറയുന്നത്. അതെ, വീഡിയോസ് കാണുമ്പോഴേക്കും പെട്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും അല്ലെ? അപ്പൊ വെള്ളം അടിച്ചു എന്നുള്ള രീതിയില്. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ സങ്കടം വരില്ലേ? ഞാൻ കൊറേ കമന്റ്സ് അങ്ങനെ വായിച്ചായിരുന്നു, ഇങ്ങനെ ചുമ്മാ അടവറക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോ ഇവിടെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ശരിക്കും അച്ഛൻ ഇങ്ങനെ സംഭവിച്ചിട്ടാണ് എന്നുള്ളത് അറിയാം. അല്ലാത്തവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കൊറേ ഇഗ്നോർ ചെയ്ത് വിടാറാണോ പതിവ്? അതെ, ഇവിടെ എല്ലാവർക്കും തന്നെ ചെറുപ്പത്തിലേ ഇല്ലായിരുന്നു, 37 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ആയത്. അപ്പൊ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം തന്നെ, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയും. അച്ഛന് പെട്ടെന്ന് വന്ന ആ ഒരു മാറ്റം ഉണ്ടല്ലോ 37 വയസ്സിന് മുന്നേയും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കാണുമ്പോൾ വേറൊരു എന്താ പറയാ, വേറെ തന്നെയല്ലേ നമുക്ക് ആ ഡിഫറൻസ് ഇപ്പൊ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? എന്റെ ചെറുപ്പം മുതൽ ഇത് തന്നെയായിരുന്നു. എനിക്ക് 1 വയസ്സേ ഉള്ളായിരുന്നു. അപ്പൊ അന്നോട്ട് ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് 3 വയസ്സൊക്കെ ആയി തുടങ്ങിയപ്പോ പിന്നെ അമ്മ ഇത് വീട്ടുപണിക്കൊക്കെ പോവായിരുന്നു. അപ്പം അനിയത്തി കുഞ്ഞായിരുന്നു, അവൾക്ക് 1 വയസ്സ് കഴിയുന്നുള്ളായിരുന്നു. അപ്പൊ തൊട്ട് ഞാൻ കുളിപ്പിക്കാനും അങ്ങനെയുള്ളതൊക്കെ തുടങ്ങിയായിരുന്നു. അച്ഛന്റെ കാര്യങ്ങളൊക്കെ മോളാണോ ചെയ്തു കൊടുത്തത്? അമ്മ വീട്ടു ജോലിക്കൊക്കെ പോവായിരുന്നു, അപ്പം പൊടിയൊക്കെ വിൽക്കാൻ വേണ്ടി. അച്ഛൻ എങ്ങനെ രാവിലെ റെഡിയാക്കി വിടുന്നതൊക്കെ നിങ്ങളാണ്? അന്ന് ലോട്ടറിക്കൊന്നും പോകുന്നില്ലായിരുന്നു, അന്ന് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം കുളിപ്പിച്ചിരുത്തത്തുള്ളു. അപ്പൊ അനിയത്തിനെ അപ്പയാ നോക്കുന്ന, മടിയിലിരുത്തി കാറ്റൊക്കെ വീശുന്നത്. ടാർപ്പ കെട്ടിയേക്കുന്നതുകൊണ്ടും ഭയങ്കര ചൂടായിരുന്നു, അപ്പൊ വീശുകളൊക്കെ വെച്ച് വീശുന്ന അപ്പ. അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടല്ലേ ഈ ഒരു അച്ഛൻ ഇങ്ങനെ ആയിപ്പോയപ്പോ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അതിനുശേഷം കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ ആയത്? അനിയത്തിനെ 2 മാസം വയറ്റില് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ നന്നായിട്ട് പഠിക്കുക, ഇനി ഒരുപാട് മാർക്കൊക്കെ മേടിച്ച് ഡോക്ടർ ആവാൻ പറ്റട്ടെ. തീർച്ചയായും.